ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ 160cc യൂണിക്കോണാണ്. അത് നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിനോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വലിയ പഴക്കമായിട്ടില്ല. അതുപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ടയറൊക്കെ നല്ല ടയറാണ് കിടക്കണേ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂട്ടത്തികൾ നമ്മളതിൻ്റെ ചെയിനും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററും ഈ പറഞ്ഞ രീതിയുടെ കമ്പനി ഫിൽറ്ററിനെ കിടക്കണം, ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്. വലിയ അഴുക്കൊന്നും ആയിട്ടില്ല, നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. 12 വോൾട്ടും 5 ആമ്പിയറും എന്ന ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്ത് 12.406 വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിലവിലിവിടെ കാണിക്കുന്നത് ഡാമേജ് എന്നുള്ള രീതിയിൽ കാണിക്കാം. അപ്പം നമുക്ക് നിലവിലിപ്പോൾ സെൽഫ് വർക്ക് ചെയ്യണതിനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് ഒരു വലിയ താമസമില്ലാണ്ട് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് സാധാരണ കാണിക്കും. ചില കേസിൽ പെട്ടെന്ന് വരും, അതായത് തൊട്ടടുത്ത ദിവസങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ 2-3 മാസമൊക്കെ നമുക്ക് കിട്ടിയേക്കാം. അപ്പം നോക്കിയേക്കാം. ബാറ്ററി 2023 മോഡലായതുകൊണ്ട് വാറണ്ടി പീരീഡ് ഉള്ളതാണോ എന്ന് നോക്കാം. വാറണ്ടി പീരീഡ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. 24 മാസമാണ് വാറണ്ടി പീരീഡ്. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് വാറണ്ടിക്ക് വിട്ടാൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് നിലവിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമ്മളുടെ ഈ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യണമേ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യും കാണിക്കും. കംപ്ലയിൻ്റ് ആണെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കും, അതേപോലെ ലോ ആണെങ്കിൽ ലോ എന്ന് കാണിക്കും. അപ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കാം. കിലോമീറ്റർ വാറണ്ടി കാർഡ് ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കാം. 24 മാസം തികഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള ദിവസം നോക്കിയേക്കാം. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാൽവിൻ്റെ അടി, അതായത് വാൽവ് ഗൈഡ് കംപ്ലയിൻറ്റ് തേമാനം വന്നിട്ടുള്ള അടി ചെറുതായിട്ടുണ്ട്. പ്രോബ്ലം ഒന്നുമില്ല, ചെറിയൊരു നോയ്സ്, അത് നമുക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ചെറിയൊരു സൗണ്ട് ഉണ്ട് നിലവിൽ. നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് കംപ്ലയിൻറ്റ് കണ്ട് അത് ഇൻഫോം ചെയ്തു എന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും ഏറെക്കുറെ ഒരു 80% ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ടയർ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡൊക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പുതിയ പാഡാണ് കിടക്കുന്നത്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. കമ്പനി പാഡ് തന്നെ, ഒറിജിനൽ പാഡ് തന്നെ കിടക്കുന്നത്. ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ ബ്രാക്കറ്റൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗും കൂട്ടത്തിക്കട നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിക്കട തന്നെ പ്ലഗും മാറ്റി പോയതാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാനുള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള വർക്കുകൾ കേട്ടോ. നിലവിൽ ജനറലായിട്ടുള്ള സർവീസ് വർക്ക് മാത്രമേ ഉള്ളൂ. വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ഓടിച്ച് നോക്കുമ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കിട്ടുന്നുണ്ടായില്ല. പിന്നെ കൂട്ടത്തിക്കട നമുക്ക് ആ ചെയിനും കൂടി ഒന്ന് ഗ്രീസ് ചെയ്തിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ചെയിൻ ഗ്രീസിങ്, ജനറൽ സർവീസ്, എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെയും വാഷും അതിൻ്റെ സ്റ്റിക്കിൻ്റെ ഓറിയും കൂടി മാറണം. പത്രം അടക്കം അതെല്ലാം കൂടി ചെയ്ത് വരും. ഏകദേശം എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ എന്തായാലും വൈകുന്നേരത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ.